Today we are going to discuss about the partition function. The partition function is a function that describes the statistical properties of a system in thermodynamic equilibrium. അപ്പോൾ തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലുള്ള ഒരു സിസ്റ്റത്തിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് പാർട്ടീഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇത് ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റിയാണ്. അതുപോലെ മോസ്റ്റ് ഓഫ് ദി തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസ് ലൈക്ക് ഇന്റേണൽ എനർജി, എൻട്രോപ്പി, ഫ്രീ എനർജി എക്സെട്ര ക്യാൻ ബി എക്സ്പ്രസ്ഡ് in terms of partition function or its derivatives. Thus, the concept of partition function provides a bridge between the microscopic properties of a system and the macroscopic properties. So, partition function എന്ന് പറയുമ്പോൾ നമുക്കറിയാം തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുന്ന ഒരു സിസ്റ്റത്തിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോപ്പർട്ടി അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് പാർട്ടീഷൻ ഫംഗ്ഷൻ. ഇത് ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റിയാണ്. അതുപോലെ ഈ പാർട്ടീഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് മൈക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസും മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസും അതിൻ്റെ ഇടയിലുള്ള ഒരു ബ്രിഡ്ജായിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ മോളിക്കുലാർ പാർട്ടീഷൻ ഫംഗ്ഷൻ. അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്ററാണ് ക്യൂ. ദ മോളിക്കുലാർ പാർട്ടീഷൻ ഫംഗ്ഷൻ ക്യൂ വിച്ച് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ഷോയിങ് ഹൗ ദ എനർജി ഓഫ് എ സിസ്റ്റം ഓഫ് മോളിക്യൂൾ ഈസ് പാർട്ടീഷൻ എമംഗ് ദി എനർജി ലെവൽസ്. അപ്പോൾ ഒരു സിസ്റ്റത്തിലെ മോളിക്യൂൾസ് എങ്ങനെയാണ് എനർജി ലെവൽസിൽ പാർട്ടീഷൻ ചെയ്തതെന്നാണ് മോളിക്കുലാർ പാർട്ടീഷൻ ഫംഗ്ഷൻ പറയുന്നത്. അപ്പോൾ ക്യൂ ഇസ് ഈക്വൽ ടു ഈ സിഗ്മ ഐ ജി ഐ ഇ റൈസ് ടു മൈനസ് ഇ ഐ ബൈ കെ ടി ആണ് നമുക്കറിയാം ക്യൂവിൻ്റെ ഇക്വേഷൻ. അതിൽ ജി ഐ എന്ന് പറയുമ്പോൾ ഡീജനറസി ആണ്. അതുപോലെ കെ എന്ന് പറയുമ്പോൾ ബോൾട്സ്മാൻ കോൺസ്റ്റന്റ് ആണ്. ടി കെൽവിൻ ടെമ്പറേച്ചർ. ഇതിൽ ക്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നത് രണ്ട് ഫാക്ടേഴ്സാണ്. The parameters that determine the energy levels and second one the temperature. ഇനി നമ്മൾ കൺസിഡർ ചെയ്ത് ബോൾട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ ലോ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ Ni by n is equal to Gi e raised to minus Ei by Kt divided by sigma I Gi e raised to Ei by Kt. ആ സെക്കൻഡ് ഇക്വേഷൻ ആയിട്ട് നമ്മൾ കൊടുത്തു. ഇത് ബോൾട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ ലോ ആണ്, നമ്മൾ നേരത്തെ പഠിച്ചതാണ്. വേർ n എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ്. n എന്ന് പറയുമ്പോൾ ടോട്ടൽ ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് പോപ്പുലേറ്റിംഗ് ദി ith ലെവൽ വിറ്റ് ടി കെൽവിൻ. അപ്പോൾ നമ്മൾ ഇക്വേഷൻ 1 ഇക്വേഷൻ 2 പുട്ട് ചെയ്യുമ്പോൾ Ni by Gi is equal to n by q e raised to a by kt കിട്ടി. അത് തേർഡ് ഇക്വേഷൻ ആയിട്ട് നമ്മൾ കൊടുത്തു. അപ്പോൾ ഇറ്റ് ഷോസ് ദാറ്റ് ഇൻ എ ഗിവൺ സിസ്റ്റം the average number of molecules, നമ്മൾ ഫസ്റ്റ് രണ്ട് ഫാക്ടേഴ്സ് പറയാണ്. Then the average number of molecules per energy state in energy level at any temperature T, that is Ni by Gi എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യാണ്, എക്സ്പെൻഷ്യലി ഡിക്രീസ് ചെയ്യാണ് വിത്ത് ദ എനർജി ലെവൽ ഓഫ് EI. ഈ സെക്കൻഡ് എന്ന് പറയുന്നത് ലോവർ ടെമ്പറേച്ചർ T, the more rapid is the rate of decrease. അപ്പോൾ രണ്ട് ഫാക്ടേഴ്സാണ് നമ്മളിതിൽ പറയുന്നത്. അപ്പോൾ ആ ഫാക്ടേഴ്സ് നമ്മൾ അതിൻ്റെ സിഗ്നിഫിക്കൻസ് പറയുമ്പോൾ ക്ലിയർ ആവും. ഫോർ കൺവെൻഷണൽ പേർപ്പസ് ഇറ്റ് ഈസ് കൺവീനിയൻറ്റ് ടു കൺസിഡർ എപ്സിലോൺ 0 എന്ന് പറയുന്നത് 0 ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തു. ദെൻ ടു ടേക്ക് ഓൾ EI വാല്യൂസ് റിലേറ്റീവ് ടു ദിസ് ഗ്രൗണ്ട് സ്റ്റേറ്റ് വിച്ച് ഹാസ് ഡീജനറസി G0. ഗ്രൗണ്ട് സ്റ്റേറ്റിലാകുമ്പോൾ അതിൻ്റെ ഡീജനറസി എന്ന് പറയുന്നത് G0 ആണ്. അപ്പോൾ നമ്മൾ ക്യൂ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ക്യൂ ഇസ് ഈക്വൽ ടു സിഗ്മ ഐ ജി ഐ ഇ റൈസ് ടു ഇ ഐ ബൈ കെ ടി. ഓക്കെ, അപ്പോൾ G0 0 ആയിട്ട് എപ്സിലോൺ 0 ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യും. ഇനി നമ്മൾ കനോണിക്കൽ പാർട്ടീഷൻ ഫംഗ്ഷനാണ് രണ്ടാമത്തെ പറയുന്നത്. ക്യൂ ആയിട്ടാണ്, ക്യാപിറ്റൽ ക്യൂ. A canonical ensemble is an imaginary collection of replication of the real system where the members have the same composition, the same volume and same temperature. അപ്പോൾ നമ്മൾ കനോണിക്കൽ പാർട്ടീഷൻ ഫംഗ്ഷൻ നമ്മൾ പഠിച്ചതാണ് നേരത്തെ എൻസംബിൾസിൻ്റെ കേസിൽ. അപ്പോൾ എൻസംബിൾ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്പർ ഓഫ് മോൾസ് ഓഫ് പാർട്ടിക്കിൾസും അതുപോലെ വോളിയവും ടെമ്പറേച്ചറും സെയിം ആയിരിക്കും. അപ്പോൾ കനോണിക്കൽ എൻസംബിൾ എന്ന് പറയുന്ന ഒരു ക്ലോസ്ഡ് സിസ്റ്റം represent a closed system at equilibrium with a macro state specified by values n, v and t. അപ്പോൾ നമ്മൾ q എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? q is equal to sigma I e raised to minus Ei by kt. അത് നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ ആയി കൊടുത്തു. ഇവിടെ where the sum goes over all possible quantum state of the system for a given composition and the volume at temperature T Kelvin. അപ്പോൾ നമ്മൾ ഇതിൽ EI എന്ന് പറയുന്നത് നമുക്കറിയാം ക്വാണ്ടം മെക്കാനിക്കൽ എനർജി ഓഫ് മാക്രോസ്കോപ്പിക് സിസ്റ്റം.
when it is in microstate I. അപ്പോൾ ith മൈക്രോസ്റ്റേറ്റിലാകുമ്പോൾ ക്വാണ്ടം മെക്കാനിക്കൽ എനർജി ഓഫ് ദി മാക്രോസ്കോപ്പിക് സിസ്റ്റം ആണ് EI എന്ന് പറയുന്നത്. അതുപോലെ തന്നെ the e raised to minus EI by KT terms in summation govern how the system of the ensembles are partitioned among the possible quantum states of the system. അപ്പോൾ നമ്മുടെ എൻസെമ്പിൾ ക്വാണ്ടം സ്റ്റേറ്റിൽ പാർട്ടീഷൻ ചെയ്ത് കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ e raised to minus EI by KT എന്ന് പറയുന്നത് എന്താണ്? summation govern how the system of the ensemble are partitioned among the possible quantum state of the system. ഇനി let us now consider how Q is related to the molecular partition function Q. molecular partition function ആണ് Q. Capital Q എന്ന് പറയുന്നത് എന്താണ്? canonical partition function. Then Q for a system non-interacting molecules, there are two possibilities. ഇവിടെ non-interacting molecules ആകുമ്പോൾ രണ്ട് പോസിബിലിറ്റീസ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ഡിസ്റ്റിങ്ക്വിഷബിൾ മോളിക്യൂൾസ്, അതായത് ലോക്കലൈസ്ഡ് മോളിക്യൂൾസ് ആണ്. അതിൽ നമുക്ക് ഇക്വേഷൻ എഴുതുമ്പോൾ Q is equal to Q raised to N ആണ്. അതിൽ Q എന്ന് പറയുമ്പോൾ മോളിക്കുലർ പാർട്ടീഷൻ ഫംഗ്ഷൻ ആണ്. N എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ്. ഇനി ഇൻഡിസ്റ്റിങ്ക്വിഷബിൾ മോളിക്യൂൾസ് ആകുമ്പോൾ അത് നോൺ ലോക്കലൈസ്ഡ് ആണ്. അപ്പോൾ നോൺ ലോക്കലൈസ്ഡ് മോളിക്യൂൾസ് ആകുമ്പോൾ അതിന് ഇക്വേഷൻ എന്ന് പറയുന്നത് Q is equal to Q raised to N by N factorial. ഇതിൽ N factorial എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻ പോസിബിൾ ഫോർ N പാർട്ടിക്കിൾസ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് റെസിഡ്യൂവൽ എൻട്രോപ്പീസ് ആണ്. Residual entropy is the difference in entropy between a non-equilibrium state and a crystal of substance close to absolute zero. അപ്പോൾ നമ്മുടെ ഒരു ക്രിസ്റ്റൽ എന്ന് പറയുമ്പോൾ നമ്മൾ അബ്സല്യൂട്ട് സീറോയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. തേർഡ് ലോ എന്ന് പറയുന്നത് എന്താണ്? പെർഫെക്റ്റ്ലി ക്രിസ്റ്റലൈൻ സോളിഡിൽ അബ്സല്യൂട്ട് സീറോയിൽ അതിൻ്റെ എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ സീറോ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഡിഫറൻസ് ആണ് നമ്മൾ പറയുന്നത്. ഒരു നോൺ ഇക്വിലിബ്രിയം സ്റ്റേറ്റിലുള്ള ക്രിസ്റ്റലിൻ്റെയും അതിൽ ക്രിസ്റ്റൽ ഓഫ് സബ്സ്റ്റൻസ് ക്ലോസ് ടു അബ്സല്യൂട്ട് സീറോയിലുള്ള ആ ക്രിസ്റ്റലിനും ഒരു എൻട്രോപ്പി ഡിഫറൻസ് ഉണ്ടാകുന്നുണ്ട്. അതിനെ നമ്മൾ എന്ത് പറയും? റെസിഡ്യൂവൽ എൻട്രോപ്പി എന്ന് പറയും. That is, the entropy that a crystal of a substance has at 0 Kelvin is called a residual entropy. അപ്പോൾ ക്രിസ്റ്റൽ 0 കെൽവിൻ ആണെങ്കിൽ പോലും അവിടെ ചെറിയൊരു എൻട്രോപ്പി നമ്മൾ കാണുന്നുണ്ട്. ആ എൻട്രോപ്പിനെ നമ്മൾ എന്ത് പറയും? ഒരു പെർഫെക്റ്റ്ലി ക്രിസ്റ്റലൈൻ ആയിട്ടും പോലും അവിടെ ഒരു എൻട്രോപ്പി വരുന്നുണ്ട്. ആ എൻട്രോപ്പിനെ നമുക്ക് എന്ത് പറയാം? റെസിഡ്യൂവൽ എൻട്രോപ്പി എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ താഴെ ഒരു കോളം കൊടുത്തു. അതിൽ CO2 രണ്ട് സബ്സ്റ്റൻസ്. അതിൻ്റെ തേർഡ് ലോ എൻട്രോപ്പി 193.4 ആണ് CO-ൻ്റെത്. സ്റ്റാറ്റിസ്റ്റിക്കൽ എൻട്രോപ്പി 197.7. അതുപോലെ N2-ൻ്റെ കേസിൽ 215.2 to 19.9. അപ്പോൾ നമ്മൾ എക്സ്പെരിമെൻ്റൽ തെർമൽ എൻട്രോപ്പി എന്ന് പറയുന്നത് ലെസ് ആണ് അല്ലേ? കാൽക്കുലേറ്റഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ എൻട്രോപ്പിനേക്കാളും കുറവാണ് എക്സ്പെരിമെൻ്റൽ തെർമൽ എൻട്രോപ്പി. അപ്പോൾ എക്സ്പെരിമെൻ്റൽ വാല്യൂവും കാൽക്കുലേറ്റഡ് വാല്യൂവും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ട്. ആ ഡിഫറൻസ് നമ്മൾ എന്ത് പറയും? റെസിഡ്യൂവൽ എൻട്രോപ്പി എന്ന് പറയും. അപ്പോൾ ദ ഡിഫറൻസ് ബീയിങ് ഇൻ ദ റേഞ്ച് 3 to 5 അല്ലേ? 193 to 197. ഒരു 3 to 5 റേഞ്ചിലാണ് ഇതിൻ്റെ ഡിഫറൻസ് വരുന്നത്. ആ എൻട്രോപ്പിനെ പറയുന്ന പേരാണ് റെസിഡ്യൂവൽ എൻട്രോപ്പി. ഇനി നമ്മൾ കൺസിഡർ ചെയ്യാണ് ഡയറ്റോമിക് സ്പീഷീസ് AB എന്ന് പറഞ്ഞിട്ടുള്ള. The AB molecules can adopt a different orientation. AB. അതുപോലെ ഓർഡർ ആയിട്ടുള്ള ഓറിയന്റേഷൻ ഉണ്ട്. AB, PA, DA, AB. അവിടെ ഒരു ഡിസോർഡറും ഉണ്ട്. അപ്പം റാൻഡം അറേഞ്ച്മെൻറ്റും ഉണ്ട്, ഓർഡർ ആയിട്ടുള്ള അറേഞ്ച്മെൻറ്റും ഉണ്ട്. അപ്പോൾ നമ്മൾ ദീസ് റാൻഡം അറേഞ്ച്മെൻറ്റ് കോസ് ഡിസോർഡർ ആൻഡ് ദ എക്സിസ്റ്റൻസ് ഓഫ് റെസിഡ്യൂവൽ എൻട്രോപ്പി. അപ്പോൾ നമ്മുടെ റാൻഡം അറേഞ്ച്മെൻറ്റിൽ അവിടെ റെസിഡ്യൂവൽ എൻട്രോപ്പി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ CO മോളിക്യൂൾ എടുക്കുക. CO മോളിക്യൂളിൽ ഓർഡേർഡ് അറേഞ്ച്മെൻ്റ് ആണ്. പെർഫെക്റ്റ് ക്രിസ്റ്റലാണ് ഫസ്റ്റിൽ കൊടുത്തത്. റാൻഡം അറേഞ്ച്മെൻ്റ് ആണ് ആക്ച്വൽ ക്രിസ്റ്റൽ. അതാണ് ആക്ച്വൽ ക്രിസ്റ്റൽ. അപ്പോൾ നമ്മൾ റാൻഡം അറേഞ്ച്മെൻ്റ് ആയിട്ടുള്ള അതിന് എന്ത് വരുന്നുണ്ട്? റെസിഡ്യൂവൽ എൻട്രോപ്പി വരുന്നുണ്ട്. അപ്പോൾ റെസിഡ്യൂവൽ എൻട്രോപ്പി ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ യൂസിങ് ബോൾട്സ്മാൻ എൻട്രോപ്പി ഇക്വേഷൻ. ആ ഇക്വേഷൻ ഏതാണ്? S is equal to KLNW. അതിൽ K എന്ന് പറയുന്നത് ബോൾട്സ്മാൻ കോൺസ്റ്റന്റ് ആണ്. അതുപോലെ W എന്ന് പറഞ്ഞാൽ തെർമോഡൈനാമിക് പ്രോബിലിറ്റി ആണ്. ഫോർ CO, each molecule has two equally probable orientation. CO എന്ന് പറഞ്ഞിട്ടും OC എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് പ്രോബിൾ ഓറിയന്റേഷൻ വരുന്നുണ്ട്. ആൻഡ് ഹെൻസ് ദർ ക്യാൻ ബി 2 raised to N0 equally probable orientation per mole. അപ്പോൾ N0 എന്ന് പറയുന്നത് ഇവിടെ അവോഗാഡ്രോ നമ്പറാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം W is equal to 2 raised to N0. അപ്പോൾ ആ ഇക്വേഷനിൽ കൊടുക്കുകയാണെങ്കിൽ S is equal to KLN 2 raised to N0. KLN W എന്നുള്ള ഇക്വേഷനിലാണ് നമ്മൾ കൊടുത്തത്. അപ്പോൾ നമുക്കിവിടെ K എന്ന് LN എന്ന് പറയുന്നത് നമുക്ക് ലോഗാക്കി മാറ്റാം. അപ്പോൾ 2.303 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. ദെൻ R into log 2.
ഇവിടെ നമുക്ക് N0K എന്ന് പറയുന്നത് 6ആണ്. N0 × K എന്ന് പറഞ്ഞാൽ 6ആണ്. അപ്പോൾ നമുക്ക് വാല്യൂ കൊടുക്കുകയാണെങ്കിൽ 2.303 × 8.314 × 0.3010. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? log 2ൻ്റെ വാല്യൂ ആണ് 3010. അപ്പോൾ വാല്യൂ 5.7633 K ഇൻവേഴ്സ് സ്മോൾ ഇൻവേഴ്സ്. അപ്പോൾ ഇതാണ് നമ്മളെ റെസിഡ്യൂവൽ എൻട്രോപ്പി കാണാനുള്ള ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ കെമിക്കൽ തെർമോഡൈനാമിക്സ് 2 എന്നുള്ള മൊഡ്യൂൾ. ഇത് നമുക്ക് കംപ്ലീറ്റ് ആക്കി. ഓക്കെ.